CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ അഴിച്ചുപണിക്കാണ് കളം ഒരുങ്ങുന്നത്. PK ശ്രീമതി AK ബാലൻ തുടങ്ങിയ പ്രമുഖർ വഴിമാറേണ്ടി വരും. കണ്ണൂരിൽ നിന്ന് P ജയരാജൻ ഇത്തവണയെങ്കിലും സെക്രട്ടേറിയറ്റിൽ എത്തുമോ എന്ന് കണ്ടറിയണം. MB രാജേഷിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും. പുതിയ 5 ജില്ലാ സെക്രട്ടറിമാർക്ക് പുറമെ യുവാക്കൾ അടക്കം കൂടുതൽ പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലും എത്തും. എറണാകുളത്ത് തുടങ്ങിവെച്ച നേതൃത്വത്തിലെ തലമുറ മാറ്റം കൊല്ലത്ത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. KR ഗൗരിയമ്മയ്ക്കും സുശീല ഗോപാലിനും ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായ വനിതാ നേതാവാണ് PK ശ്രീമതി. പതിറ്റാണ്ടുകളായി CPMന്റെ നേതൃത്വ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീമതി ഇത്തവണ ഒഴിയേണ്ടി വരും. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലനാണ് പ്രായപരിധി നിബന്ധനയുടെ പേരിൽ വഴിമാറേണ്ടി വരുന്ന മറ്റൊരു പ്രമുഖൻ. എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ ആനാവൂർ നാഗപ്പനും 75 പിന്നിട്ടു. അടുത്ത മെയ്യിൽ 75 വയസ്സാകുന്ന EP ജയരാജനും ജൂണിൽ 75 വയസ്സ് പൂർത്തിയാക്കുന്ന മുന്നണി കൺവീനർ TP രാമകൃഷ്ണനും ഒരു ടേം കൂടി തുടർന്നേക്കും. കണ്ണൂരിൽ നിന്നുള്ള KK ശൈലജയോ ആലപ്പുഴയിൽ നിന്നുള്ള CS സുജാതയോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതിക്ക് പകരക്കാരിയാകും. P ജയരാജനെ മറികടന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എത്തുമെന്ന് കരുതുന്നവർ ഏറെയാണ്. ഇവർ രണ്ടുമല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് കണ്ണൂരിൽ നിന്ന് സാധ്യതയുള്ള മറ്റൊരു നേതാവ്. മന്ത്രി MB രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുമെന്ന് ഉറപ്പാണ്. M വിജയകുമാറാണ് സീനിയറെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയല്ലാതിരുന്നിട്ടും സംസ്ഥാന സമിതിയിലേക്ക് വന്ന V ജോയിയെ സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തിയാലും അത്ഭുതപ്പെടാനില്ല. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 3 ടേം പൂർത്തിയാക്കിയ P മോഹനൻ, KP ഉദയഭാനു എന്നിവരും സെക്രട്ടേറിയറ്റ് പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനെയും പരിഗണിച്ചേക്കാം. പുതിയ ജില്ലാ സെക്രട്ടറിമാരിൽ രാജു എബ്രഹാം ഒഴികെ 5 പേരും സംസ്ഥാന സമിതിയിലില്ല. ഇവരെ പ്രൊമോട്ട് ചെയ്യും. MLA മാരിൽ PP ചിത്തരഞ്ജൻ, M നൌഷാദ് എന്നിവർക്ക് സംസ്ഥാന സമിതിയിലേക്ക് സാധ്യതയേറെയാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രസിഡന്റ് വസീഫും യുവജന പ്രാതിനിധ്യമായി കമ്മിറ്റിയിലെത്തിയേക്കാം. ആതിഥേയ ജില്ലയായ കൊല്ലത്ത് നിന്ന് DYFI സംസ്ഥാന ട്രഷറർ അരുൺ ബാബുവിനെയും പരിഗണിക്കാനിടയുണ്ട്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ സൂസൻ കോടിയെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചന. സംസ്ഥാന സമിതിയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒഴിവിൽ CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാറിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. VV അരുൺ, News 18, തിരുവനന്തപുരം.